പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ടഫ് ആണെന്ന് തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. എന്നാലേ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2 circles intersect at 2 points B and C. അപ്പോൾ ഇവിടെ ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും തന്നിട്ടുണ്ട്. ഈ രണ്ട് സർക്കിൾസും ബിയിലും സിയിലും ഇന്റർസെക്ട് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇതാണ് പോയിന്റ് ബി, ഇത് പോയിന്റ് സി. ഈ രണ്ട് സർക്കിൾസും ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നു. ത്രൂ ബി 2 line segments ABD and PBQ are drawn to intersect the circles at AD, AD and PQ respectively. അതായത് ഈ ബിയിൽ കൂടെ രണ്ട് ലൈൻ സെഗ്മെന്റ് വരച്ചിട്ടുണ്ട്. അതായത് ബിയിൽ കൂടെ പോകുന്ന ലൈൻ സെഗ്മെന്റ്സ് ആണ് എ ബി ഡി. ഇതാ ഒന്ന് ഈ ലൈൻ സെഗ്മെന്റ്, അടുത്തത് പി ബി ക്യു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളതൊക്കെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ എ ബി ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് സർക്കിൾസിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എ ബി ഡി ഏതൊക്കെ പോയിന്റിലാണ്? എയിലും ഡിയിലും. പി ബി ക്യു ഏതിലൊക്കെയാണ്? പിയിലും ക്യൂവിലും ഇന്റർസെക്ട് ചെയ്യുന്നു. പ്രൂവ് ദാറ്റ് എ സി പി ഈസ് ഈക്വൽ ടു ക്യു സി ഡി. അതായത് എ സി പി ഈ ആംഗിള് എ സി പിയും ക്യു സി ഡി ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ പ്രൂവ് ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമ്മൾ ഗിവണും ടു പ്രൂവും നമ്മൾ എടുത്തെഴുതണം. എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇവിടെ നിങ്ങൾ ഗിവൺ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങോട്ട് എടുത്തെഴുതുക. 2 circles intersect at 2 points B and C. അവിടെ തൊട്ട് ഇറസ്പെക്റ്റീവ്ലി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗിവൺ ആയിട്ട് എടുത്തെഴുതുക. ഇനി അടുത്തത് ടു പ്രൂവ്. ടു പ്രൂവ് എന്തൊക്കെയാണ്? ആംഗിൾ എ സി പി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു സി ഡി. ഇനി നമ്മൾ ഇതിന്റെ പ്രൂഫ് എഴുതാനായിട്ട് പോവുകയാണ്. പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം സർക്കിൾ, ഈ വലിയ സർക്കിൾ നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിന് ഞാൻ സർക്കിൾ 1 എന്ന് പേര് കൊടുക്കുന്നു. ഇതിന് ഞാൻ സർക്കിൾ 2 എന്ന് പേര് കൊടുക്കുന്നു. ഇൻ സർക്കിൾ 1, ഈ സർക്കിൾ 1-ല് ഇതാ ഇവിടെ നോക്കിയേ, ഈ എ പി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് അല്ലേ. അപ്പൊ ഇതിനെ നമുക്കൊരു സെഗ്മെന്റ് ആയിട്ട് എടുക്കാം. ഈ സെഗ്മെന്റിൽ നിന്ന് ഉള്ള ആംഗിൾസ് ആണ് ആംഗിൾ എ സി പിയും. ഞാൻ നിങ്ങളെ ഒന്ന് വരച്ച് കാണിക്കാം. ആംഗിൾ എ സി പി ഈ ആംഗിളും ആംഗിൾ എ ബി പി ഈ ആംഗിളും. ഈ രണ്ട് ആംഗിൾസ് ഈ എ പി എന്ന് പറയുന്ന സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇൻ സർക്കിൾ 1 ആംഗിൾ എ സി പി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബി പി. റീസൺ എന്ത് എഴുതാം? ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്. അതേപോലെ ഇൻ സർക്കിൾ 2, സർക്കിൾ 2-ലും ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം. സർക്കിൾ 2-ല് ഇതൊരു സെഗ്മെന്റ് ആണ്. ഡി ക്യൂ എന്ന് പറയുന്ന ആർക്കിന്റെ ഇവിടെ വരുന്ന ഇതൊരു സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് ആണ് ആംഗിൾ ഡി സി ക്യൂവും ആംഗിൾ ഡി ബി ക്യൂവും. ഈ രണ്ട് ആംഗിൾസ് ഈ സെയിം സെഗ്മെന്റിൽ നിന്ന് തന്നെയുള്ള ആംഗിൾസ് ആണ്. ഈ ഒരു സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇവിടെ ആംഗിൾ ഡി സി ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി ബി ക്യൂ. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്. Also
ഇനി ഇവിടെ നമുക്ക് രണ്ട് ലൈൻ സെഗ്മെന്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. ABDയും PBQവും. ഈ രണ്ട് ലൈൻ സെഗ്മെന്റ് ബിയിൽ കൂടെ കടന്നു പോകുന്ന രണ്ട് ലൈൻ സെഗ്മെന്റുകളാണ്. ഈ രണ്ട് ലൈനും കൂടെ ബിയിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഓൾസോ ആംഗിൾ ABP ഈ ആംഗിളും അടുത്തത് DBQ ഈ ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ DBQ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പോൾ നമുക്കിവിടെ 3 ഇക്വേഷൻസ് കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കുന്നു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ഈ 3 ഇക്വേഷൻസും കൂടെ ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഫ്രം ഇക്വേഷൻ 1, 2 and 3 we get ഈ 3 ഇക്വേഷൻസും കൂടെ ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ABP is equal to angle ACP. Angle ACP is equal to DBQ എന്താണ്? Angle DCQ. ഈ ഇക്വേഷൻ നമ്പർ 3 ആംഗിൾ ABP എന്താണ്? ആംഗിൾ ACP. ഇനി ഇവിടെ ആംഗിൾ DBQ എന്താണ്? DCQ. ആംഗിൾ DCQ. DCQ എന്ന് പറയുന്നതും QCD എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പൊ ആംഗിൾ ACP ഈസ് ഈക്വൽ ടു ആംഗിൾ QCD. DCQ എന്ന് വെച്ചാലും QCD എന്ന് വെച്ചാലും ആംഗിൾ C തന്നെയാണ്. കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ACP ഈസ് ഈക്വൽ ടു ആംഗിൾ QCD എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ആംഗിൾ സർക്കിളിലെ സർക്കിൾ 2 ആംഗിൾ എഴുതുമ്പോൾ DCQവിന് പകരം നിങ്ങൾ QCD എന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. QCD എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. വളരെ സിമ്പിൾ ആയിരുന്നു. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇച്ചിരി ടഫായിട്ട് നിങ്ങൾക്ക് തോന്നും ഫിഗർ ഒക്കെ കാണുമ്പോൾ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ആംഗിളുകൾ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. If circles are drawn taking two sides of a triangle as diameters, അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് സർക്കിളിന്റെ ഡയമീറ്റേഴ്സ് ആയിട്ട് എടുത്ത് നമ്മൾ ഡ്രോൺ ചെയ്യുകയാണെങ്കിൽ പ്രൂവ് ദാറ്റ് the point of intersection of these circles lie on the third side. ഈ സർക്കിളിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിലാണ് എന്ന് നമ്മൾ ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ ഈ സർക്കിളിന്റെ ഡയമീറ്റേഴ്സ് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അങ്ങനെയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നതെങ്കിൽ അപ്പൊ ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഇത്. ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഇത്. ഇതിന്റെ ഡയമീറ്റർ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് ഇതിന്റെ ഡയമീറ്റർ ആണ്. സെൻട്രൽ കൂടെ കടന്നു പോകുന്ന ലൈൻ. അടുത്ത ഡയമീറ്റർ ഇത്. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആണിത്. ഈ രണ്ട് സൈഡ്സും ഈ സർക്കിൾസിന്റെ ഡയമീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദീ സർക്കിൾ, അതായത് ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഉണ്ട്. ഇത് A, ഇത് ഞാൻ B എന്നെടുക്കുന്നു. ഈ B എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ലൈ ഓൺ ദ തേർഡ് സൈഡ്, അതായത് ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡിലാണ് ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഉണ്ടോ? അതായത് ഇത് നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന് ഞാൻ D എന്നെടുക്കുന്നു. ട്രയാങ്കിൾ ഞാൻ ABC ആയിട്ട് എടുക്കുന്നു. DBCയിലാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? അതായത് BDC എന്താണെന്ന് പ്രൂവ് ചെയ്യണം. BCയിലാണ് D എങ്കിൽ BDC ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. BC എന്താണ്? BC ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ആണ്. അപ്പോ D ഇതിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? BDC ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് BDC ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ BDC 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ആവശ്യമാണ്. ഇവിടെ നമ്മൾ ഈ Aയും Dയും കൂടെ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ Aയും Dയും കൂടെ ഞാനിവിടെ ജോയിൻ ചെയ്തു.
ഇനി ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൂവ് ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ ഗിവൺ എഴുതണം. ഗിവൺ നമുക്ക് എന്തെഴുതാം? 2 circles are drawn with the side AC and AB of triangle ABC as diameters. അപ്പൊ AC-യും AB-യും ഡയമീറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ട്രയാങ്കിൾ ABC ഇവിടെ വരച്ചു. പിന്നെന്താണ്? ബോത്ത് സർക്കിൾ ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് D. അപ്പൊ ഗിവൺ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് ടു പ്രൂവ് എന്താണ്? D lies on BC. D BC-യിലാണ് ലൈ ചെയ്യുന്നതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നു. അതെന്താണ്? ജോയിൻ AD നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ പ്രൂഫ് എഴുതാം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു AB-യും AC-യും ഈ 2 സർക്കിളിന്റെ ഡയമീറ്റർ ആണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു സർക്കിളിന് നമ്മൾ ഡയമീറ്റർ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിനെ നമ്മൾ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. അതായത് നമ്മളൊരു സർക്കിൾ വരച്ചിട്ട് സർക്കിളിന്റെ സെന്ററിൽ കൂടെയുള്ള ലൈനാണ്, കോഡാണ് ഡയമീറ്റർ. ഈ കോഡ് ഈ സർക്കിളിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് 2 സെമി സർക്കിൾ ആയിട്ട് മാറുന്നു. സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സർക്കിളിലെ ഡയമീറ്റർ ആണ് AB. ഈ ഡയമീറ്ററിൽ നിന്ന്, അതായത് ഈ AB-യിൽ നിന്ന് ഇവിടെ സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ADB. ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് AC. ഇപ്പൊ ഇവിടെ 2 സെമി സർക്കിൾസ് ആയി. അതിൽ നിന്ന് സബ്റ്റൻഡ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ ADC. ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ അല്ലേ. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? സിൻസ് AB and AC are the diameters of the 2 circles, therefore നമുക്ക് എന്തെഴുതാം? ആംഗിൾ ADB is equal to 90 ഡിഗ്രി. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ആംഗിൾ ഇൻ സെമി സർക്കിൾ. അതേപോലെ ആംഗിൾ ADC is equal to 90 ഡിഗ്രി. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കുന്നു. ആംഗിൾ ഇൻ സെമി സർക്കിൾ. രണ്ടും സെമി സർക്കിളിലെ ആംഗിൾസ് ആണ്. ഈ 2 ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുന്നു. ഓൺ ആഡിങ് ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷന്റെ LHS ഈസ് ആംഗിൾ ADB. സെക്കൻഡ് ഇക്വേഷന്റെ LHS ആംഗിൾ ADC is equal to 2 ഇക്വേഷന്റെയും RHS 90 plus 90 ഡിഗ്രി is equal to 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ADB plus ADC 180 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ADB ഈ ആംഗിളും കൂടെ ചേരുന്നത് എന്താണ്? ആംഗിൾ BDC ആണ്. അതായത് ആംഗിൾ BDC. ഈ ആംഗിളും കൂടെ ചേരുമ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നു. അത് ആംഗിൾ BDC ആണ്. ആംഗിൾ BDC is equal to 180 ഡിഗ്രി. Hence BDC is a straight line. So point of intersection D lies on the third side. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 10th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.